ഒടുവിൽ വിമാനം കാഠ്മണ്ഡു ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ റൺവേയിൽ ഇറങ്ങി. നിശ്ചലമായി. ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും നന്ദി പറഞ്ഞു. ഈ പൈലറ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ പോകാൻ തിടുക്കമായോ? ഞാൻ പറഞ്ഞു, ഇനി ഇറങ്ങിപ്പോകല്ലേ. ശരി, ആ പുറത്തിറങ്ങിയിട്ട് വിമാനത്തിൻ്റെ ചുവട്ടിൽ അവിടെ നിൽക്കണം, ഞാനങ്ങ് വരുന്നു. അങ്ങനെ ഞാൻ എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. അദ്ദേഹം എന്തൊക്കെയോ നോട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ട് ഇവർക്ക്. വിമാനത്തെ പറക്കൽ കഴിഞ്ഞാൽ അതെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സമയം വരെ ഞാൻ താഴെ വിമാനത്തിൻ്റെ ചുവട്ടിൽ ഗോവണി ചുവട്ടിൽ കാത്തു നിന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരെല്ലാം പോയി കഴിഞ്ഞു. മറ്റ് യാത്രക്കാരും എയർ ഹോസ്റ്റസും ഒക്കെ പോയി കഴിഞ്ഞു. ഈ 2 പൈലറ്റുമാരും ഇറങ്ങി വന്നു. അപ്പോൾ ഈ മുതിർന്ന പൈലറ്റിൻ്റെ കയ്യിൽ ഒരു ക്യാമറയുണ്ട്, ഒരു ചെറിയ ക്യാമറ. അത് ഈ സഹ പൈലറ്റിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, ഈ വിമാനം പശ്ചാത്തലമാക്കി ഞാനും ഈ ഇന്ത്യക്കാരൻ സുഹൃത്തും കൂടെ ഈ വിമാനത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു പടം എടുക്കണം. എനിക്ക് ആ പടം ആവശ്യം വരും. കാരണം ഇയാൾ ഈ പറയുന്ന സ്വപ്നം നടന്നാൽ അതൊരു വലിയ സംഭവമാവും. എനിക്ക് അന്ന് പറയാൻ കഴിയും, ആ മനുഷ്യൻ, ലോകം കാണാൻ ഇറങ്ങിയ ഒരു മനുഷ്യൻ, ലോകം ദൃശ്യയാത്രാവിവരണമാക്കാൻ ഇറങ്ങിയ ഒരു മനുഷ്യൻ യാത്ര ആരംഭിച്ചത് എന്നോടൊപ്പം ഈ വിമാനത്തിലാണെന്ന് എനിക്ക് ഓർത്തു വയ്ക്കാൻ നല്ലതാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഞാനും ഈ പൈലറ്റും കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് രത്തൻ ലാമ എന്നാണ്. ഇനി എന്നെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും മൂലയിൽ വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ആകാശത്ത് വെച്ച് നമുക്ക് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞ് ഷെയ്ഖ് എന്ന് പറഞ്ഞു വിട്ടു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നതെല്ലാം സഞ്ചാരികളെ തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ലോകത്തിൻ്റെ അത്ഭുതങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പോകുന്ന ആളുകളെ തന്നെയാണ്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ എനിക്കറിയാം, സഞ്ചാരം, യാത്രകൾ, ലോകവും ലോകത്തിനപ്പുറമുള്ള അത്ഭുതങ്ങളും തേടിയുള്ള യാത്രയ്ക്ക് കൊതിക്കുന്ന മനസ്സുകളുണ്ട് എന്നെനിക്ക് കൃത്യമായി അറിയാം. കാരണം ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഞാൻ കണ്ട, അല്ലെങ്കിൽ അതിനു മുൻപ് ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച സ്വപ്നങ്ങളിലേക്ക് തന്നെയാണ് ഇന്ന് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഇവിടെ ഈ സദസ്സിലിരുന്ന് എന്നെ കേൾക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, വരുന്ന നാളുകളിൽ ഏതാനും വർഷങ്ങൾക്കകം ഇത്തരമൊരു വേദിയിലെ കസേരകളിലൊന്നിൽ അല്ലെങ്കിൽ പ്രസംഗപീഠത്തിൽ നിന്ന് നിങ്ങളുടെ യാത്ര അനുഭവങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾ നേടിയെടുത്തതിൻ്റെ വിജയകഥകൾ 10,000-കണക്കിന് പുതിയ തലമുറകളോട് പങ്കുവയ്ക്കുന്ന ആളുകളായി നിങ്ങൾ ഓരോരുത്തരും മാറും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ എങ്ങനെ ഒരു സഞ്ചാരിയായി മാറി എന്ന് മിക്കവാറും എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ അതിനുള്ള മറുപടികൾ മിക്കവാറും എല്ലാ വേദികളിലും പറയാറുമുണ്ട്. എൻ്റെ വീട്ടിൽ യാത്രകളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരുന്നു എന്നത് തന്നെയായിരുന്നു ബാല്യകാലത്തെ എൻ്റെ യാത്രകൾ സാധ്യമാക്കിയ കാര്യം. എൻ്റെ മാതാപിതാക്കൾ അവർ രണ്ടുപേരും അധ്യാപകരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക്, എൻ്റെ പിതാവ് ഒരു പാരലൽ കോളേജ് നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം ആ പാരലൽ കോളേജിൽ എല്ലാ വർഷവും 2 തവണ അവിടെ പഠിക്കുന്ന കുട്ടികളുമായി യാത്രകൾ നടത്തുമായിരുന്നു. അപ്പോൾ ചെറിയ കുട്ടികളായിരുന്ന ഞങ്ങൾക്കും എൻ്റെ സഹോദരിമാർക്കും എനിക്കും അതുകൊണ്ട് തന്നെ ആ യാത്രയിൽ ഒരു സീറ്റ് ഉറപ്പാണ്. അങ്ങനെ വളരെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ യാത്രകൾ ഒരു പാപമല്ലെന്നും, യാത്രകൾ നമുക്കറിയാം, നമ്മളുടെ പരമ്പരാഗത ചിന്തയനുസരിച്ച് വർഷത്തിൽ 2 തവണയൊക്കെ അന്യനാടുകളിലേക്ക് യാത്രകൾ, അത് പഠനയാത്രയാണെങ്കിൽ കൂടി നടത്തിയാൽ അവൻ ഊരു ചുറ്റുന്ന ഒരു നാടോടിയായി മാറിയ പിഴച്ചുപോയ ഒരുവനായിട്ട് കാണുന്ന ഒരു സമൂഹമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിലും സഞ്ചരിക്കുന്നവരോട് ഇന്ന് അല്പം കൂടി ആദരവോടെ
ആളുകൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നതിൽ സഞ്ചാരത്തിന് ഒരു ചെറിയ പങ്കുണ്ട് എന്ന് ഞാൻ അഭിമാനത്തോടെ വിശ്വസിക്കുന്നു. പക്ഷേ എൻ്റെ പാരമ്പര്യം യാത്രകളെ ഇഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നായതുകൊണ്ട് തന്നെ കൂടുതൽ ദീർഘമായ യാത്രകൾ, ഭൂമിയുടെ വ്യത്യസ്തമായ മേഖലകളിലേക്കുള്ള യാത്രകൾ ഞാൻ ചെറുപ്പത്തിൽ തന്നെ സ്വപ്നം കണ്ടിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് എൻ്റെ സ്വപ്നം ടെലിവിഷൻ എന്ന മാധ്യമത്തിലേക്ക് മാത്രമായി മാറി. ടെലിവിഷൻ അക്കാലത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് സിനിമയെപ്പോലും മറികടന്ന് വലിയ എപ്പിക് സീരിയലുകൾ സംപ്രേഷണം ചെയ്ത് എല്ലാ വീടുകളിലും വലിയ തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരു കാലമായതുകൊണ്ട് ടെലിവിഷനിലേക്ക് ആയിരിക്കണം എൻ്റെ ഭാവി പ്രവർത്തനം എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. പിന്നീട് പഠനകാലം മുഴുവൻ ടെലിവിഷൻ എന്ന മാധ്യമത്തിൽ പ്രവർത്തിക്കുക എന്ന സ്വപ്നങ്ങളുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. പഠനത്തിൻ്റെ അവസാന ഘട്ടം എത്തുമ്പോഴേക്കും ഞാൻ മാധ്യമപ്രവർത്തനം തന്നെയാണ് പഠിച്ചത്. മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി, ആ പഠനത്തിൻ്റെ ഭാഗമായി ടെലിവിഷൻ പ്രൊഡക്ഷൻ ആരംഭിച്ചു. തിരുവനന്തപുരം ദൂരദർശന് വേണ്ടി നിരവധി ടെലിവിഷൻ പരിപാടികൾ, സീരിയലുകൾ, ടെലിഫിലിമുകൾ, ഡോക്യുമെൻ്ററികൾ ഒക്കെ നിർമ്മിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, ഞാൻ ടെലിവിഷൻ മേഖലയിൽ ഈ പ്രവർത്തനങ്ങളൊന്നും നടത്തിയില്ലെങ്കിലും അത് അദ്ദേഹം വാക്കുകൾ കൊണ്ട് മലയാളിയുടെ മുന്നിൽ വരച്ച് കാണിച്ചെങ്കിൽ ഇന്ന് ഈ ടെലിവിഷൻ യുഗത്തിൽ എനിക്ക് ക്യാമറയിലൂടെ ഇതേ അനുഭവങ്ങൾ പ്രേക്ഷകർക്ക് പകർന്നു കൊടുക്കാൻ കഴിയില്ലേ എന്ന വ്യത്യസ്തമായൊരു ചിന്ത അന്ന് മനസ്സിലുണ്ടായി. സ്വാഭാവികമായും അക്കാലത്ത് ഇന്നത്തേതുപോലെ വ്ളോഗുകളോ അല്ലെങ്കിൽ വ്ളോഗിങ് ക്യാമറകളോ മൊബൈൽ ഫോണിൽ ക്യാമറ ഉള്ള സംവിധാനങ്ങളോ ചെറിയ ക്യാമറകൾ പോലുമോ വീഡിയോ റെക്കോർഡിങ്ങിന് ലഭ്യമല്ലാതിരുന്ന ഒരു കാലമാണ്. അന്നത്തെ ഒരു സാധാരണ ഏറ്റവും ചെറിയ ഒരു വീഡിയോ ക്യാമറയ്ക്ക് പോലും ഏകദേശം ഇത്ര നീളവും ഇത്ര ഉയരവുമുള്ള തോളിൽ വെച്ച് മാത്രം പ്രവർത്തിപ്പിക്കാൻ കഴിയുമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സഞ്ചാരം ആരംഭിക്കാൻ ഞാൻ തീരുമാനിക്കുന്നത്. അത് വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. അന്ന് ഒരു ഡോക്യുമെൻ്ററി, ഒരു വെറും ദൃശ്യം പകർത്തിയെടുത്ത് ഒരു ഡോക്യുമെൻ്ററി സ്വഭാവമുള്ളൊരു പരിപാടി ചെയ്യണമെങ്കിൽ പോലും അന്ന് ദൂരദർശന് വേണ്ടി പ്രവർത്തിച്ചിരുന്നത് ഏതാണ്ട് 5-6 ആളുകളാണ്. കാരണം അന്നത്തെ ക്യാമറ എടുത്ത് കൈകാര്യം ചെയ്യണമെങ്കിൽ 3 ആളുകൾ നിർബന്ധമായി ഉണ്ടാവണം. കാരണം ആ ക്യാമറയ്ക്ക് 3 പ്രധാന ഭാഗങ്ങളുണ്ട്. അതിലെ ക്യാമറ ഒരാൾ തോളിൽ വയ്ക്കണം, അതിൽ നിന്നുള്ളൊരു കേബിള് പോയി ഒരു ഡെക്കിലാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്, അത് മറ്റൊരാൾ ഓപ്പറേറ്റ് ചെയ്യണം. ഈ 2 ഭാഗങ്ങളും താങ്ങി നിർത്തുന്ന വലിയൊരു ട്രൈപ്പോഡ് അതിനുണ്ടാവും. ഇന്ന് കാണുന്ന തരം ചെറിയ ട്രൈപ്പോഡുകളല്ല, കൂറ്റൻ ട്രൈപ്പോഡ്. ഈ ട്രൈപ്പോഡ് കൊണ്ട് നടക്കാൻ 1-ലേറെ ആളുകൾ വേണം. അപ്പോൾ ഇതിന് വേണ്ട വാഹനങ്ങൾ വേണം, അസിസ്റ്റന്റുമാർ വേണം. ഇങ്ങനെ ഒരു 10-12 ആളുകളാണ് സാധാരണ ഒരു പ്രൊഡക്ഷൻ ക്രൂവിലുണ്ടാവുക. ഏറ്റവും ചുരുങ്ങിയ ന്യൂസ് കവറേജിന് പോലും 5 ആളുകൾ വേണ്ട ഒരു കാലം. അന്നാണ് ഞാനൊരു സ്വപ്നം കാണുന്നത്, ലോകത്തെ മലയാളിയുടെ സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുവരിക. ഇന്ത്യക്ക് വെളിയിലുള്ള ലോകത്തെ ക്യാമറയിൽ ഒപ്പിയെടുത്ത് അനുഭവങ്ങൾ മലയാളിയുടെ സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുവരിക. അത് കേട്ടവരൊക്കെ അസാധ്യമെന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം ഈ 10-12 ആളുകളുമായി വിദേശയാത്ര നടത്തുക എന്നത് തനിച്ച് വിദേശയാത്ര നടത്തുന്നത് പോലും അസാധ്യമായിരുന്ന ഒരു കാലത്താണ് അങ്ങനെ ഒരു സ്വപ്നം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് പ്രതിവിധി എന്താണെന്ന് പിന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഒന്നെനിക്ക് മനസ്സിലായി, അപ്പോഴേക്കും ടെക്നോളജി കുറച്ചൊക്കെ മുമ്പോട്ട് വന്നു, മാറ്റങ്ങൾ പ്രകടമായി ടെക്നോളജിയിൽ. ഈ കൂറ്റൻ ക്യാമറയ്ക്ക് പകരം DV ക്യാമുകൾ എന്ന സിംഗിൾ ക്യാമറ, അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇത്തരം ക്യാമറകളുടെയൊക്കെ കുറച്ചുകൂടെ മുതിർന്ന ഒരു ചേട്ടൻ, അതിൻ്റെ ഒരു അല്പം കൂടി വലിപ്പമുള്ള ക്യാമറകൾ രംഗപ്രവേശം ചെയ്തു. അപ്പോൾ വലിയൊരു ട്രൈപ്പോഡ് ഇല്ലെങ്കിലും റെക്കോർഡിംഗ് ഡെക്കില്ലെങ്കിലും ഒറ്റയ്ക്കൊരാൾക്ക് മാനേജ് ചെയ്യാവുന്ന സ്ഥിതി വന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതിൽ ക്യാമറാമാൻ്റെ ജോലി ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ക്യാമറാമാനെ ഒഴിവാക്കാം. സംവിധാനം ഞാൻ പഠിച്ച വിഷയമാണ്, എനിക്കറിയാം. യാത്ര അറേഞ്ച് ചെയ്യുന്ന പ്രൊഡക്ഷൻ കോർഡിനേറ്ററുടെ ജോലി എനിക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഡ്രൈവിങ് എനിക്കറിയാം, എഴുതാൻ എനിക്ക് പറ്റും, വിവരശേഖരണം, അറിവുകൾ ശേഖരിക്കുക, കോർഡിനേഷൻ, മറ്റ് പ്രവർത്തനങ്ങൾ, ഇതും എനിക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ ഈ 10 പേരുടെ പേരിൽ നിന്ന് ബാക്കി 9 പേരുടെയും പേര് വെട്ടി മറ്റു ജോലികൾ മുഴുവൻ ഞാൻ തന്നെ ചെയ്യാൻ തീരുമാനിച്ച് 1997 ഒക്ടോബർ 24 ഞാൻ കൊച്ചിയിൽ നിന്ന് ഈ ഒരു ക്യാമറയുമായി ഗോരഖ്പൂരിലേക്ക് പുറപ്പെടുന്ന ഒരു ട്രെയിനിൽ യാത്ര ആരംഭിക്കുകയാണ്, നേപ്പാൾ ലക്ഷ്യമാക്കി.
അങ്ങനെയാണ് സഞ്ചാരം ആരംഭിക്കുന്നത്. നേപ്പാളിലേക്ക് അന്ന് ഞാൻ പോകുന്നത് ശരിക്കും ഗോരഖ്പൂരിൽ ചെന്നിറങ്ങിയാൽ അവിടെ ഒരു ദിവസം താമസിച്ച് നേപ്പാളിലേക്ക് ബസ്സുണ്ട്, അതിർത്തി വരെ കിട്ടും. സുനോലി എന്ന് പറയുന്ന ഒരു അതിർത്തി ഗ്രാമത്തിൽ ബസ് എത്തി നിൽക്കും. അവിടെ നിന്ന് നമ്മൾ നേപ്പാളിലേക്ക് നടന്നു വേണം കയറാൻ. ഇപ്പം നമുക്ക് കുമളിയിലും കേരളത്തിൻ്റെ പല ഭാഗത്തും തമിഴ്നാട്ടിലേക്കുള്ള ചെക്ക് പോസ്റ്റുകൾ പോലെ തന്നെയുള്ളൂ അവിടെ ഞാനങ്ങനെ എൻ്റെ ഈ വലിയ ബാഗും തൂക്കി ഈ ക്യാമറയുമായി നേപ്പാളിലേക്ക് ഞാൻ എൻ്റെ ആദ്യ വിദേശ രാജ്യത്തേക്ക് നടന്നാണ് കയറിയത്. അവിടെ നിന്ന് മറ്റൊരു ബസ്സിൽ പൊഖ്ര എന്ന സ്ഥലത്തേക്ക്, പൊഖ്രയിലെ പല കാഴ്ചകളിലേക്ക് ഒക്കെ പോകുമ്പോൾ അവിടെ എനിക്ക് ഒരു കോഴിക്കോടുകാരൻ തന്നെ തുണയായി വന്നു. കോഴിക്കോട് വന്ന് നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാറുണ്ട്. ഇവിടെ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഒരു വിവേകാനന്ദ ട്രാവൽസ് ഉണ്ട്, നരേന്ദ്രൻ. അദ്ദേഹം അന്ന് എന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സംഘത്തിൻ്റെ ഭാഗമായി ഈ നേപ്പാളിലെ പല കാഴ്ചകളിലേക്കും കൊണ്ടുപോയി, പൊഖ്രയിൽ പ്രത്യേകിച്ച്. പക്ഷേ എനിക്ക് ഈ ഒരു ക്യാമറയുമായി ഒരു ട്രാവൽ പരിപാടി ഒറ്റയ്ക്കൊരാൾ ചിത്രീകരിക്കുന്നു എന്നത് വലിയ ദുഷ്കരമായ ഒരു പ്രവർത്തനമായി മാറി, പ്രത്യേകിച്ച് ഈ ടൂർ സംഘത്തിനൊപ്പം. കാരണം നമുക്കറിയാം, നമുക്കാവശ്യമുള്ളത്ര ഷോട്ടുകൾ എടുക്കണമെങ്കിൽ സാങ്കേതികമായി പല പ്രവർത്തനങ്ങളും നടത്തണം. ആദ്യം അത് ഫോക്കസ് ചെയ്യണം, പല ആംഗിളിലുള്ള ഷോട്ടുകൾ എടുക്കണം, അതിനുവേണ്ട വിവരണങ്ങൾ കൊടുക്കാനുള്ള ദൈർഘ്യത്തിന് മാത്രമുള്ള ദൃശ്യങ്ങൾ പകർത്തിയെടുക്കണം. അതിൻ്റെ പ്രേക്ഷകർക്ക് വീട്ടിലെ ടെലിവിഷൻ സ്ക്രീനിൽ കാണുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രവും അതിൻ്റെ പ്രത്യേകതകളും മനസ്സിലാകുന്ന അത്രയേറെ ഷോട്ടുകൾ പല ആംഗിളുകളിൽ ഷൂട്ട് ചെയ്യണം. ഇതൊക്കെ വന്നിട്ട് ഇതെല്ലാം ഷൂട്ട് ചെയ്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നമ്മുടെ കൂടെയുള്ള സംഘം 3 സ്ഥലം പിന്നിട്ട് അപ്പുറം എത്തിയിട്ടുണ്ടാവും. വീണ്ടും നമ്മൾ ക്യാമറയുമായിട്ട് ഇവർക്ക് ഒപ്പം എത്താനായിട്ട് ഓടുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സംഘത്തിന് തന്നെ നമ്മളൊരു ബാധ്യതയായി മാറുന്ന സ്ഥിതി വന്നു. നമ്മളെ കാത്ത ആളുകൾ നിൽക്കുന്നു. നമ്മളുടെ ജോലിയിൽ തീർച്ചയായും ഒരു ചിത്രീകരണം ഒട്ടും രസമുള്ള പരിപാടിയല്ല. എനിക്കും മനസ്സിലായി ഇതിങ്ങനെ പോകില്ല, ഇത് വിജയിക്കാൻ സാധ്യതയില്ല, ഈ പരിപാടി ഒരു പ്രായോഗികമായി നടക്കുന്ന കാര്യമല്ല. അപ്പം ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ടയേർഡായി, എൻ്റെ കൂടെയുള്ളവർക്കും അസ്വസ്ഥതയായി. ഒടുവിൽ ഞാൻ തീരുമാനിച്ചു, ഇനി തൽക്കാലം ഇത് നിർത്താം, മറ്റെന്തെങ്കിലും വഴി നോക്കാം. സഞ്ചാരം എന്ന ഞാൻ സ്വപ്നം കണ്ട തനിച്ച് ലോകം കാണുകയും അത് പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്യുന്ന പരിപാടി അസാധ്യമായേക്കും എന്ന് ഞാൻ കരുതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നരേന്ദ്രൻ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, നരേന്ദ്രനും മനസ്സിലായി കാര്യങ്ങൾ. അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ പൊഖ്രയിൽ നിന്ന് നിങ്ങൾക്കൊരു വിമാനത്തിൽ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടോ? അപ്പോൾ അതെനിക്കൊരു അത്ഭുതമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ അധികം പൈസയൊന്നും തന്നില്ല. അന്ന് 6000 രൂപ മതി ആകെപ്പാടെ നേപ്പാളിൽ പോയി ഈ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് കേരളത്തിലെത്തുന്നതിന് 6000 രൂപ മതി എന്നുള്ളതാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 500 രൂപ കൂടുതൽ എൻ്റെ കയ്യിലുണ്ടാവാം, അത്രയേ ഉള്ളൂ കയ്യിൽ പണം. എക്സ്ട്രാ 500 രൂപയോ മറ്റോ ഉള്ളൂ കയ്യിൽ. ഞാൻ പറഞ്ഞു, വിമാനയാത്ര വളരെ ചിലവേറിയതല്ലേ? അപ്പം നരേന്ദ്രൻ പുതിയൊരു വിശേഷം പറഞ്ഞു. ഈ പൊഖ്ര എന്ന ഈ പട്ടണത്തിൽ നിന്ന് നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക് ഏതാണ്ട് 600 രൂപയ്ക്ക് വിമാന ടിക്കറ്റ് കിട്ടും. അതിൽ പറന്നാൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ ചില കാഴ്ചകൾ കിട്ടും. ഹിമാലയത്തിൻ്റെ നേപ്പാളിൻ്റെയൊക്കെ ആകാശ ദൃശ്യങ്ങൾ പകർത്തിയെടുക്കാം. അപ്പോൾ എനിക്കൊരു ആവേശമായി. ശരി, അങ്ങനെ തന്നെ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ സംഘത്തിലുള്ള പലരും ആ വിമാനത്തിൽ വരുന്നില്ല, വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അതും എനിക്കൊരാവേശമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഉപദ്രവകാരികളായ ആളുകളെല്ലാം ബസ്സിലങ്ങ് പോയിക്കോളും. എനിക്ക് ആകാശത്തിലൂടെ പറക്കാം, ആ യാത്രകളുടെ അനുഭവങ്ങൾ പകർത്തിയെടുക്കാം. അതെൻ്റെ 2ാമത്തെ വിമാനയാത്ര. അതിനു മുമ്പ് ഒരിക്കൽ മാത്രമേ ഞാൻ വിമാനത്തിൽ കയറിയിട്ടുള്ളൂ. ഇന്ത്യയിൽ വിമാനയാത്രകളൊന്നും ചിത്രീകരിക്കാൻ അനുവദിക്കുകയുമില്ല. അങ്ങനെ ഈ 600 രൂപ മുടക്കി ഒരു ടിക്കറ്റ് എടുത്ത് ഞാൻ ചെറിയൊരു വിമാനം, അന്ന് 20ഓ 25ഓ പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു ആവ്രോ വിമാനം, അതിൽ സീറ്റ് ഒപ്പിച്ചു. അങ്ങനെ പൊഖ്രയിലെ വിമാനത്താവളം ഒരു വിമാനത്താവളം എന്നൊന്നും പറയാൻ കഴിയില്ല. ടാർ ചെയ്ത ഒരു റോഡിലൂടെ ഒരു വിമാനം പറന്ന് കുറേ ദൂരം ഓടി പിന്നെ പറന്നു പൊങ്ങുന്ന ഒരു സങ്കല്പം മാത്രമാണത്. അവിടെ നിന്ന് ഈ ചെറിയ വിമാനത്തിൽ കയറി വിമാനത്തിൻ്റെ ജാലകത്തിലൂടെ നേപ്പാളിൻ്റെ ഭൂപ്രകൃതിയും ഹിമാലയവും മഞ്ഞുമലകളും ഒക്കെ കാണാമെന്ന പ്രതീക്ഷയോടെ വിമാനത്തിനകത്ത് കയറി ചെന്ന് എനിക്ക് കിട്ടിയത് വിമാനത്തിൻ്റെ നടുവിലെ ഒരു സീറ്റാണ്, ജാലക സീറ്റേ അല്ല. എന്നാൽ പിന്നിലെവിടെയോ 1-2 സീറ്റുകൾ ജാലകത്തോട് ചേർന്ന് ഉണ്ട്. ഞാൻ അതിലൊരു എയർ ഹോസ്റ്റസ് ഉണ്ട് ആ വിമാനത്തിൽ. 25-26 പേരേ ഉള്ളെങ്കിൽ ഒരു എയർ ഹോസ്റ്റസ് ഉണ്ട്. ആ എയർ ഹോസ്റ്റസ് നേപ്പാളി സുന്ദരിയാണ്. ഞാൻ അവളോട് ചോദിച്ചു, എനിക്ക് ആ വിൻഡോ സീറ്റിൽ പോയിരിക്കാൻ പറ്റുമോ? അവരാദ്യം ഒന്നും മിണ്ടിയില്ല, അവിടെ ഇരിക്കാൻ പറഞ്ഞു.
അത് കഴിഞ്ഞ് വിമാനം പയ്യെ ഓടിത്തുടങ്ങി. വിമാനം പിന്നെ പറന്നുയർന്നു, ആകാശത്തേക്ക് ഉയർന്ന് വിറച്ച് 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 പറക്കുകയാണ്. ശരിക്കും ആ വിമാനമൊന്നും ഇന്ന് പറക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ പറക്കുന്നത് ആ വിമാനത്തിൻ്റെ ഏതാണ്ട് അവസാന കാലത്തെ പറക്കലുകളിലൊന്നായിരുന്നു. ആകാശത്തേക്ക് ഉയർന്നു കഴിഞ്ഞ് ഈ എയർ ഹോസ്റ്റസ് വീണ്ടും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്യാമറ മടിയിൽ വെച്ചിരിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പുറത്തെ കാഴ്ചകൾ പകർത്താനാണ്. അവർ വീണ്ടും മുന്നോട്ട് പോയി ഇത്തിരി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വരൂ കൂടെ. അപ്പോൾ എനിക്ക് തോന്നി ഈ ക്യാമറയുമായി വിമാനത്തിൽ കയറിയത് അപകടമായിരിക്കുന്നു, ഇത് പ്രശ്നമാകാൻ പോവുകയാണ്. ഞാൻ ചോദിച്ചു, എങ്ങോട്ടാ? പൈലറ്റ് വിളിക്കുന്നു താങ്കളെ, വരൂ മുമ്പോട്ട്. അപ്പോൾ എനിക്ക് തീരുമാനമായി, ഒന്നെങ്കിൽ ഗൗരവതരമായ ഒരു കുറ്റം ഞാൻ ചെയ്തിരിക്കുന്നു, അതിനൊരു ശിക്ഷയുണ്ട്. ഞാൻ ഭയന്ന് ഈ എയർ ഹോസ്റ്റസിനൊപ്പം വിമാനത്തിൻ്റെ മുന്നിലേക്ക് നടന്നു. കോക്പിറ്റിൻ്റെ അടുത്തേക്ക് എത്തി. കോക്പിറ്റിൻ്റെ വാതിൽ തുറന്നു കിടപ്പുണ്ട്. അതിനുള്ളിലൂടെ എന്നെ മുന്നോട്ട് കയറ്റി നിർത്തി. അപ്പോൾ കോക്പിറ്റിൽ 2 പൈലറ്റുമാരുണ്ട്. ഒന്ന് മുതിർന്ന ഒരാൾ, മറ്റൊന്ന് ഒരു ജൂനിയർ പൈലറ്റ്. ഈ സമയത്തൊക്കെ ജൂനിയർ പൈലറ്റാണ് വിമാനത്തെ നിയന്ത്രിക്കുന്നത്. മുതിർന്ന പൈലറ്റ് പുറകോട്ട് തിരിഞ്ഞ് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, അവിടെ എന്ത് ചെയ്യുകയാണ്? അപ്പോൾ വന്ന ഒരു ധൈര്യത്തിൽ, ഒരു ആത്മവിശ്വാസത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിന്ന് വന്നിരിക്കുകയാണ്. ഞാൻ ടെലിവിഷൻ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. നേപ്പാളിൻ്റെ പ്രകൃതി ഭംഗിയും ചരിത്രവും സൗന്ദര്യവും ഒക്കെ എൻ്റെ നാട്ടിലെ ആളുകൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു യാത്രാ വിവരണ പരമ്പര ഞാൻ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുകയാണ്. അതിനുവേണ്ടി വന്നതാണ്. പക്ഷേ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടാത്തത് കൊണ്ട് നിങ്ങളുടെ നാടിൻ്റെ ഭംഗി ഈ ജാലകത്തിലൂടെ പകർത്തിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം എൻ്റെ പേര് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ പിന്നിലെ ജനക്കൂട്ടത്തിൻ്റെ നടുവിലിരുന്നാണോ നിങ്ങൾ ഞങ്ങളുടെ നാടിൻ്റെ സൗന്ദര്യം പകർത്താൻ പോകുന്നത്? നിങ്ങൾക്ക് ഞങ്ങളുടെ ഒപ്പം ഈ കോക്പിറ്റിലിരിക്കാൻ വിരോധമുണ്ടോ? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമുക്കെന്തു വിരോധം? അത്ഭുതമല്ലേ? അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇരിക്കെ. ആ കോക്പിറ്റ് അടയ്ക്കാൻ പറഞ്ഞു. കോക്പിറ്റിൻ്റെ വാതിലടച്ചു. ആ വാതിലിൽ മടക്കി വയ്ക്കാവുന്ന ഒരു സീറ്റുണ്ട്, അത് നിവർത്തിയിട്ടു. ഈ 2 പൈലറ്റുമാരുടെയും മധ്യത്തിൽ ഞാനിരുന്നു. ക്യാമറ തോളിൽ വെച്ചു. എന്നിട്ട് അദ്ദേഹം ആ ജാലകത്തിൽ ഫ്രണ്ടിലെ ചില്ലിൽ ഉള്ളിലൂടെ നമുക്ക് കാണാവുന്ന പോലെ ചില ഗ്രാമങ്ങൾ കാട്ടിത്തന്നു. നിങ്ങൾ അങ്ങ് അകലെ ആ മലമുടിയുടെ താഴ്വാരത്തൊരു ഗ്രാമം കാണുന്നുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. ആ ഗ്രാമമാണ് ഗൂർഖാലാൻഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ആ ഗൂർഖാലാൻഡ് ദൃശ്യങ്ങൾ പകർത്തിക്കോളൂ. ഞാൻ ദൃശ്യങ്ങൾ ഭംഗിയായി പകർത്തിയെടുത്തു. അടുത്തതായി ഒരു ക്ഷേത്ര കോംപ്ലക്സ് കാണാം മലയുടെ താഴ്വാരത്ത്. ആ ക്ഷേത്രത്തിൻ്റെ കഥകൾ പറഞ്ഞു തന്നു. ഞാനങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വിമാനം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ദൃശ്യം പകുതിയേ എനിക്ക് കിട്ടിയുള്ളൂ. പൈലറ്റ് ചോദിച്ചു, നിങ്ങൾക്ക് ആ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ വിഷ്വലും കിട്ടിയോ? ഞാൻ പറഞ്ഞില്ല, പകുതിയേ കിട്ടിയുള്ളൂ. എന്നാൽ പറയണ്ടേ? അയാൾ വിമാനം പയ്യെ ഒന്ന് ചെരിച്ചു. എന്നിട്ട് പറഞ്ഞു, കിട്ടുന്നുണ്ടോ ജോവേ? ഞാൻ പറഞ്ഞു, നന്നായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ കാഠ്മണ്ഡു വരെ ഹിമാലയത്തിൻ്റെ താഴ്വാരയിലെ മനോഹരമായ കാഴ്ചകളും ചരിത്ര സ്ഥലങ്ങളും ഒക്കെ എന്നെ കാണിച്ചുകൊണ്ട് വിമാനം ഇങ്ങനെ ചെരിഞ്ഞും മറിഞ്ഞു ഓടുമ്പോൾ പുറകിലിരിക്കുന്ന മണ്ടന്മാർ ചിന്തിക്കുകയാണ് ഞാൻ വിമാനം ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്ന്. അങ്ങനെ ഏതാണ്ട് 1/4 മണിക്കൂർ നേരം പറന്ന് ഞങ്ങൾ കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുകയാണ്. ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കാഠ്മണ്ഡുവിൻ്റെ മുകളിലൂടെ ഇത്തരത്തിൽ അദ്ദേഹം ഒന്ന് പറത്തി ചെരിച്ച് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ താഴെ കാണുന്നതാണ് ഞങ്ങളുടെ നേപ്പാളി രാജാവിൻ്റെ കൊട്ടാരം. പശുപതിനാഥ് ക്ഷേത്രം അപ്പുറം കാണുന്നതാണ്. സ്വയംഭൂനാഥ് ക്ഷേത്രം ഇതാണ്. നേപ്പാളിൻ്റെ കാഠ്മണ്ഡുവിൻ്റെ ചരിത്ര സ്ഥലങ്ങളെല്ലാം വിമാനത്തിലിരുന്ന് അത് ചരിച്ചും എനിക്ക് വേണ്ടി വ്യത്യസ്തമായ പാതകളിലൂടെ തിരിച്ചുമൊക്കെ ആ മനുഷ്യൻ എനിക്ക് കാണിച്ചു തരികയാണ്. എനിക്ക് അത്ഭുതമായി. ഇത്രയൊക്കെ ലളിതമായി കൈകാര്യം ചെയ്യാവുന്ന ഒന്നാണോ വിമാനം? എന്നെപ്പോലെ യാത്രാവിവരണം ചിത്രീകരിക്കാൻ ലോകം മനുഷ്യനെ കാണിക്കാൻ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒരാൾക്ക് കിട്ടാവുന്ന സൗകര്യങ്ങളാണോ ഇതൊക്കെ? എനിക്ക് അത്ഭുതമായി. ഒടുവിൽ വിമാനം കാഠ്മണ്ഡു ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ റൺവേയിൽ ഇറങ്ങി. നിശ്ചലമായി ഞാൻ ഇവർക്ക് 2 പേർക്കും നന്ദി പറഞ്ഞു. ഈ പൈലറ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ പോകാൻ തിടുക്കമായോ? ഞാൻ പറഞ്ഞു, ഇനി ഇറങ്ങിപ്പോകല്ലേ. ശരി, ആ പുറത്തിറങ്ങിയിട്ട് വിമാനത്തിൻ്റെ ചുവട്ടിൽ അവിടെ നിൽക്കണം, ഞാനങ്ങ് വരുന്നു. അങ്ങനെ ഞാൻ എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. അദ്ദേഹം എന്തൊക്കെയോ നോട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ട് ഇവർക്ക്. വിമാനത്തെ പറക്കൽ കഴിഞ്ഞാൽ അതെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സമയം വരെ ഞാൻ താഴെ വിമാനത്തിൻ്റെ ചുവട്ടിൽ ഗോവണി ചുവട്ടിൽ കാത്തു നിന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരെല്ലാം പോയി കഴിഞ്ഞു. മറ്റ് യാത്രക്കാരും എയർ ഹോസ്റ്റസും ഒക്കെ പോയി കഴിഞ്ഞു. ഈ 2 പൈലറ്റുമാരും ഇറങ്ങി വന്നു. അപ്പോൾ ഈ മുതിർന്ന പൈലറ്റിൻ്റെ കയ്യിൽ ഒരു ക്യാമറയുണ്ട്, ഒരു ചെറിയ ക്യാമറ. അത് ഈ സഹ പൈലറ്റിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു,
ഈ വിമാനം പശ്ചാത്തലമാക്കി ഞാനും ഈ ഇന്ത്യക്കാരൻ സുഹൃത്തും കൂടെ ഈ വിമാനത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു പടം എടുക്കണം. എനിക്ക് ആ പടം ആവശ്യം വരും. കാരണം ഇയാൾ ഈ പറയുന്ന സ്വപ്നം നടന്നാൽ അതൊരു വലിയ സംഭവമാവും. എനിക്ക് അന്ന് പറയാൻ കഴിയും, ആ മനുഷ്യൻ, ലോകം കാണാൻ ഇറങ്ങിയ ഒരു മനുഷ്യൻ, ലോകം ദൃശ്യയാത്രാവിവരണമാക്കാൻ ഇറങ്ങിയ ഒരു മനുഷ്യൻ യാത്ര ആരംഭിച്ചത് എന്നോടൊപ്പം ഈ വിമാനത്തിലാണെന്ന് എനിക്ക് ഓർത്തു വയ്ക്കാൻ നല്ലതാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഞാനും ഈ പൈലറ്റും കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് രത്തൻ ലാമ എന്നാണ്. ഇനി എന്തെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും മൂലയിൽ വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ആകാശത്ത് വെച്ച് നമുക്ക് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞ് ഷെയ്ഖ് എന്ന് പറഞ്ഞു വിട്ടു. ഈ പരിപാടി അവസാനിപ്പിക്കാൻ ഇതൊരിക്കലും സാധ്യമാകില്ല എന്ന് നേപ്പാളിൽ 4 ദിവസം കൊണ്ട് ഞാൻ തീരുമാനിച്ചിടത്തു നിന്ന് ഒരു ഊർജ്ജം എനിക്ക് കിട്ടുകയായിരുന്നു. ഒരു പൈലറ്റ്, എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന സഹയാത്രികരല്ല, ഒരു ബസ്സിൻ്റെ ഡ്രൈവറല്ല, ഒരു നാട്ടിലെ മറ്റാരുമല്ല, വിമാനം പറത്തുകയും ആകാശത്തിരുന്ന് ഭൂമിയെ കാണുകയും നിരന്തരം സഞ്ചാരികളുമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു പൈലറ്റ് എന്നോട് പറഞ്ഞിരിക്കുന്നു, താങ്കളുടെ ഉദ്യമം വിജയമാകും, താങ്കൾക്ക് എല്ലാ ആശംസകളും നേരുന്നു, അതിമഹത്തായ ഒരു കർമ്മമാണ് താങ്കൾ ചെയ്യുന്നതെന്ന്. ആ എയർപോർട്ടിൻ്റെ റൺവേയിൽ നിന്നുകൊണ്ട് ആ വിമാനത്തിൻ്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു, എന്തു വന്നാലും ഈ പണിയുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അങ്ങനെ അന്ന് ആരംഭിച്ച യാത്ര ഇന്ന് ഈ കോഴിക്കോടിൻ്റെ ഈ കടൽപ്പുറത്ത് നിൽക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി നേപ്പാളിലേക്ക് പോകാനുള്ള ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. മിക്കവാറും ഈ സമ്മറിൽ, അടുത്ത സമ്മറിന് മുമ്പ് ഞാൻ നേപ്പാളിലേക്ക് പോകും. ആ പോകുന്നതിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ. ഞാൻ അന്ന് സഞ്ചാരം ആരംഭിച്ചു. പിന്നീട് അത് ഏഷ്യാനെറ്റിൽ 2001 മുതൽ സംപ്രേഷണം ചെയ്തു. 12 വർഷം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു. പിന്നീട് ആ സഞ്ചാരം സഫാരി എന്നൊരു ടെലിവിഷൻ ചാനലായി മാറി. എനിക്കിന്ന് നേപ്പാളിൽ ചെന്ന് ആ രത്തൻ ലാമയെ ഒന്ന് കണ്ടുപിടിക്കണം. അദ്ദേഹത്തോട് പറയണം, താങ്കൾ കൈവച്ച് അനുഗ്രഹിച്ച ആ ഒരു ചെറിയ ടെലിവിഷൻ പരമ്പര ഇന്നൊരു ടെലിവിഷൻ ചാനലായി മാറിയിരിക്കുന്നു. താങ്കൾ എന്നോടൊപ്പം കേരളത്തിലേക്കൊന്ന് വരണം. എൻ്റെ പ്രേക്ഷകർക്ക് താങ്കളെ ഒന്ന് കാണണമെന്നുണ്ട്. അത് പറയുന്നതിന് വേണ്ടിയുള്ള ഒരു നേപ്പാൾ യാത്രയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങുകയാണ്. നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വാക്കുകളിലേക്ക് തിരിച്ചു പോകട്ടെ. നിങ്ങളെ പ്രചോദിപ്പിക്കാൻ, നിങ്ങൾക്ക് ആത്മവിശ്വാസം പകരാൻ, നിങ്ങൾ തളർന്നു നിൽക്കുമ്പോൾ വഴികാട്ടിത്തരാൻ ഏതെങ്കിലും ഒരു ശക്തി നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അന്ന് നിങ്ങൾ പൂർവാധികം കരുത്തോടെ മുന്നോട്ട് കുതിക്കണമെങ്കിൽ ആ കുതിക്കാനുള്ള ഒരു സ്വപ്നം കനലുകെടാതെ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടാവണം. നിങ്ങൾ ആരാണ്, എന്താണ്, എന്താവണമെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരുന്ന മഹത്തായ ഒരു സ്വപ്നം. ആ സ്വപ്നം മനസ്സിൽ പേറുന്നവരാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഈ ആയിരക്കണക്കിന് യുവതകൾ എന്ന്